അതിരപ്പള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ മരിച്ചു. പുല്ലേർക്കാട് മോഹനനാണ് മരിച്ചത്. അതിരപ്പള്ളി വൈശ്ശേരിയിലാണ് സംഭവം. പുലർച്ചെ വീട്ടുപറമ്പിൽ ആനയെത്തി കൃഷി നശിപ്പിക്കുന്നതിനിടെ ആനയെ ഓടിക്കാൻ പോയപ്പോഴായിരുന്നു ആക്രമണം സംഭവിച്ചത്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ആജ്ഞ, ജനവാസ മേഖലയാണ്, അവിടെ കാട്ടാന ഇറങ്ങുന്നു. ഇപ്പം മോഹനൻ എന്ന കർഷകനാണ് മരണപ്പെട്ടത്. ഇത് എങ്ങനെയാണ് സംഭവിച്ചത്? വിശദാംശങ്ങൾ. ഹരി, സംസ്ഥാനത്ത് വീണ്ടും ഒരാൾ കൂടി ഈ കാട്ടാനക്കലിയിൽ ഇല്ലാതാവുകയാണ്. നേരത്തെ തന്നെ വലിയ പ്രതിഷേധങ്ങൾക്ക് വകവെച്ചിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നിട്ട് പോലും ഇത്തരത്തിൽ വനമേഖലയുടെ അടുത്തുള്ള സാഹചര്യത്തിൽ താമസിക്കുന്ന ആളുകൾക്ക് സുരക്ഷിതത്വം ഒരുക്കാൻ ഇതുവരെയും ഡിപ്പാർട്ട്മെന്റോ അതല്ലെങ്കിൽ മറ്റ് അധികൃതരോ തയ്യാറായിട്ടില്ല എന്നുള്ളതിൽ വലിയ പ്രതിഷേധമാണ് നിലവിലുള്ളത്. എന്തായാലും ഈ വൈശ്ശേരി മോഹനനാണ് മരിച്ചത്. വൈശ്ശേരിയിലാണ്, അതായത് അതിരപ്പള്ളി വൈശ്ശേരിയിലാണ് സംഭവം ഉണ്ടായത്. വൈശ്ശേരി സ്വദേശി മോഹനനാണ് മരിച്ചത്. ഇന്നലെ വൈകുന്നേരം ഈ കഴിഞ്ഞ പുലർച്ചെ 2:30 മണിയോട് കൂടിയാണ് പുരയിടത്തിൽ അദ്ദേഹത്തിന്റെ കൃഷിയിടത്തിൽ കാട്ടാന ഇറങ്ങിയതറിഞ്ഞ് ആനയെ ഓടിക്കാൻ എത്തിയതാണ് മോഹനൻ. അതായത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നത് ഇത് നിരന്തരമുള്ള ശല്യമാണ്. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം ശബ്ദമുണ്ടാക്കുകയും ആനയെ ഓടിക്കാനുള്ള മറ്റു തന്ത്രങ്ങളും ഒക്കെ ഈ കർഷകർ ഉപയോഗിച്ചിരുന്നിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം സധൈര്യം ആ ഒരു സമയത്ത് ആനയുടെ മുന്നിലേക്ക് ചെന്ന് എത്തിപ്പെടുന്നത് അങ്ങനെയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. അതേസമയം തന്നെ ആന തിരിച്ച് കലി കൊണ്ട് ആന മോഹൻ നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു. തുടർന്നാണ് അദ്ദേഹത്തെ ചവിട്ടിക്കൊല്ലുകയായിരുന്നു. ഈ മോഹനെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്കാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം മാറ്റിയിരിക്കുന്നത് അതിരപ്പള്ളിയിലെ. അതേസമയം തന്നെ ഈ വലിയ പ്രതിഷേധമാണ്. അതിരപ്പള്ളി പഞ്ചായത്തിൽ ഇന്ന് ഹർത്താലുണ്ട്, 10 മണി മുതൽ ഹർത്താലാണ്. അതുപോലെ അന്തർ സംസ്ഥാന പാത ഉപരോധിക്കുന്ന സാഹചര്യത്തിലേക്ക് പോവുകയാണ് ഇത്തരം ഇടപെടലുകൾ. എന്തായാലും വലിയ അതായത് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നുണ്ട്. ഈ വർഷത്തിൽ തന്നെ 6 പേരാണ് ഈ കഴിഞ്ഞ ഈ ഒരു വർഷം തന്നെ കാട്ടാന ആക്രമണത്തിലും അല്ലെങ്കിൽ വന്യജീവി ആക്രമണത്തിലും മരിച്ചിട്ടുള്ളത്. ഇത്തരം സാഹചര്യങ്ങളൊക്കെ വീണ്ടും ആവർത്തിക്കപ്പെടുമ്പോൾ മാത്രമാണ് അധികാരികൾ കണ്ണു തുറക്കുകയും ആ ഒരു സമയത്തേക്ക് മാത്രം ഇവർക്ക് വേണ്ട സംവിധാനങ്ങൾ, സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാം, അല്ലെങ്കിൽ ഫെൻസിങ്ങുകൾ ഒരുക്കാം, കിടങ്ങുകൾ ഒരുക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും അതിന്റെ സുരക്ഷിതത്വം മാനിക്കാതെ കാട്ടാന ആക്രമണത്തിൽ അല്ലെങ്കിൽ വന്യജീവി ആക്രമണത്തിൽ പൊറുതിമുട്ടുന്ന ജനങ്ങളാണ് മിക്കവാറും എല്ലാ ഈ വനമേഖലയോടും അടുത്ത് താമസിക്കുന്ന ഇടങ്ങളിലുള്ളത്. ഈ ജനവാസ മേഖലയിലെ കൃഷിയിടങ്ങളിലേക്ക് വന്യമൃഗങ്ങൾ ഇറങ്ങി വരുന്നത് തടയാനുള്ള നടപടിക്രമങ്ങളും അധികൃതരുടെ ഭാഗത്തുനിന്നും നിലവിൽ ഉണ്ടായിട്ടില്ല എന്ന് വേണം അനുമാനിക്കാൻ. എന്തായാലും വലിയ പ്രതിഷേധമാണ് ഇദ്ദേഹത്തിന് ഈ കർഷകന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ളത്. ഹരി, വലിയ പ്രതിഷേധമാണ് നടക്കുന്നത്. അതിരപ്പള്ളിയിൽ ഹർത്താലും ഉണ്ട്. വലിയ പ്രതിഷേധം ആളുകളുടെ ഭാഗത്തു നിന്നുമുണ്ട്. ഇങ്ങനെ ഒരു ജനവാസ മേഖലയിൽ കാട്ടാന ആക്രമണത്തിൽ ഇത് ഒരു വർഷത്തിനിടയിൽ ഇത് 6ാമത്തെ മരണമാണ്. പക്ഷേ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വലിയ പ്രശ്നമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. വലിയ പ്രതിഷേധത്തിൽ തന്നെയാണ് നാട്ടുകാരും നിൽക്കുന്നത്. മോഹനൻ എന്ന കർഷകനാണ് പുലർച്ചെ 2:30 കാട്ടാന ആക്രമണത്തിൽ മരണപ്പെട്ടത്. കാട്ടാനയുടെ വരവ് കണ്ട് അവിടെ നായ്ക്കൾ കുരയ്ക്കുന്നുണ്ടായിരുന്നു. അത് കേട്ട് മോഹനൻ പലപ്പോഴായി തന്നെ ഈ കാട്ടാന ആക്രമണത്തിൽ ഇടപെടാറുണ്ട്. പക്ഷേ ഇന്ന് പുലർച്ചെ 2:30 മോഹനൻ കൊല്ലപ്പെടുന്നത്. കാട്ടാന ആക്രമണത്തിൽ വീണ്ടും ജീവനെടുക്കുകയാണ് കാട്ടാന. ആജ്ഞ രവീന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.